അപ്പോൾ ഇതിന് പറയുന്ന മൈലേജ് എനിക്ക് തോന്നുന്നു 18 ആ റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിന് എത്രയാണ് മൈലേജ് കിട്ടുന്നത്? ഇപ്പം 3000 കിലോമീറ്ററായി. സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ കിയ സോണറ്റ് എടുത്തതിൽ എന്തൊക്കെയാണ് വണ്ടിയുടെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്? 1 ലക്ഷം രൂപയുടെ വ്യത്യാസം. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടോ? അപ്പം എക്സ്ക്രോസ് ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എക്സ്ക്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിയയെ നല്ല ഫോണിൽ സെൽറ്റോസ് എടുക്കാൻ പറ്റുമെങ്കിൽ സെൽറ്റോസ് എടുക്കുന്നതാണ് നല്ലത്. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് ഇൻഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മുടെ കിയ മോട്ടോഴ്സിൻ്റെ സോണറ്റ് എന്ന് പറയുന്ന വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ കുറച്ച്, അതായത് ഒരു കയ്യിൽ എണ്ണാൻ പറ്റുന്ന മാത്രം വാഹനം ഇറക്കിക്കൊണ്ട് ഇന്ത്യയിൽ വന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കിയ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കിയ കാർണിവൽ, അതുപോലെ കിയ സെൽറ്റോസ്, നമ്മുടെ കിയ സോണറ്റ്, അതുപോലെ വളരെ കുറച്ച് വണ്ടികൾ മാത്രം ലോഞ്ച് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ് നമ്മുടെ കിയ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും കുഞ്ഞനായ ആ കമ്പനിയുടെ ഏറ്റവും ചെറിയ താരമായ വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഹുണ്ടായുടെ ഒരു ബ്രദർ കമ്പനി തന്നെയാണ് നമ്മുടെ കിയ മോട്ടോഴ്സും. ആ ഒരു കിയ മോട്ടോഴ്സ് ഹുണ്ടായുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വെന്യൂവിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് കിയ സോണറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. കാരണം കോമ്പാക്ട് SUV ആണ്. അതുപോലെ തന്നെ കിയ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നത് കിയയുടെ ഫീച്ചേഴ്സാണ്. കിയയുടെ ഫീച്ചേഴ്സ് വെച്ചാണ് ഈ ഒരു ബ്രാൻഡ് എല്ലാവരും അട്രാക്ഷൻ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കിയ സോണറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യൂസറിനെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. അജിത്ത് എന്നാണ് ചേട്ടൻ്റെ പേര്. ഹായ് ചേട്ടാ. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഞാൻ ധനകാര്യ വകുപ്പിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലാ സ്ക്വാഡിൽ. ഓക്കെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ. അപ്പം എത്ര നാളായി കിയ സോണറ്റ് സ്വന്തമാക്കിയിട്ട്? 6 മാസമായി കിയ സോണറ്റ് എടുത്തിട്ട്. ഓക്കെ. അപ്പം 6 മാസം എങ്ങനെയാണ് കിയ സോണറ്റിലോട്ട് വരാനുള്ള ഒരു കാരണം എന്നൊക്കെ പറയുന്നത്? ടാറ്റയുടെ വണ്ടികൾ, ഹുണ്ടായുടെ വണ്ടികൾ, ഫോർഡിൻ്റെ വണ്ടികൾ, ഇങ്ങനെ പല വണ്ടികൾ നോക്കി. അപ്പം നമ്മുടെ ഒരു റേഞ്ച് ഒരു 10 ലക്ഷം രൂപയിൽ താഴെ നിൽക്കുന്ന ഒരു വണ്ടി ആണ് നോക്കി നമ്മൾ ചെയ്തത്. 10,30,000 വന്നു. HTK പ്ലസ് എന്നുള്ള മോഡലാണ് എടുത്തത്. ബേസ് മോഡലിൽ നിന്ന് ഒരു 3ാമത്തെ വേരിയന്റിൽ നിൽക്കുന്നത് ഇതാണ് എടുത്തത്. ഓക്കെ. അപ്പം ആദ്യം ഏത് വണ്ടിയൊക്കെയാണ് നോക്കിയത്? വണ്ടി ഹുണ്ടായുടെ വണ്ടി നോക്കി, ഫോർഡിൻ്റെ വണ്ടി നോക്കി, വെന്യൂ കാര്യങ്ങളൊക്കെ, നെക്സൺ നോക്കി, ടാറ്റയുടെ, ഫോർഡിന്റെ ഓക്കെ. ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഉണ്ട്, അതൊക്കെ നോക്കി. പിന്നെ ഫോർഡ് പിന്നെ നിർത്തിപ്പോന്നല്ലോ. അതിന്റെ അകത്തെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോൾ കിയയിലേക്കാണ് ഫീച്ചേഴ്സ് കിയ ആണ് അട്രാക്ട് ചെയ്തത്. റെയിൽവേസിന്റെ ഒരു ഇത് ഓക്കെ അതെല്ലാം വന്നപ്പോൾ കിയയിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അട്രാക്ട് ചെയ്തത്. അത് അങ്ങനെ കിയയിലോട്ട് വന്നു. അപ്പം 6 മാസം കിയ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്? 6 മാസത്തോളം കിയ ഉപയോഗിച്ച് നല്ല ഒരു ഇതാണ് കാര്യം. ലോങ് ട്രിപ്പ് ജേർണിയിലും എല്ലാം നല്ല കംഫർട്ടാണ്. ലോങ് ട്രിപ്പ് ആലപ്പുഴ, ഇപ്പോൾ ഇടുക്കി, പല സ്ഥലങ്ങൾ 100 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അപ്പം ഫാമിലി ആയിട്ടായിരിക്കുമല്ലോ യാത്ര. ഞാൻ 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുഞ്ഞുങ്ങൾ. അപ്പം കറക്റ്റ് ഒരു 5 സീറ്റർ ആണ്. ഫാമിലിക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണ്. അപ്പം അതെങ്ങനെയുണ്ട്? അവർക്ക് എങ്ങനെയുണ്ട് യാത്രയിൽ തരുന്ന കംഫർട്ടാണ്. ഞാൻ മാരുതിയുടെ വാഗണറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാഗണറാണ്. ഓക്കെ. പിന്നെ മാരുതിയുടെ തന്നെ എക്സ്ക്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ്ക്രോസ് ആ റേഞ്ചിൽ നല്ല വണ്ടിയാണ്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആണ് എക്സ്ക്രോസ് ഒക്കെ. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇതും എല്ലാം ആ ഒരു ഇതിൽ നിൽക്കുന്നതാണ്. എക്സ്ക്രോസിന്റെ ഒപ്പം ഒക്കെ നിൽക്കുന്നതാണ്. ഓടിച്ച ഒരു പെർഫോമൻസിൽ. ഓക്കെ. അപ്പം നോക്കി. ഇപ്പം ഇത് ഏതാ വേരിയന്റ് ഏതാണ് വന്നിരിക്കുന്നത്? HTK പ്ലസ് എന്ന് പറയുന്നത്. അപ്പം ഇത് 1.2 ലിറ്റർ വേരിയന്റ് ആണ്. മാനുവൽ വേരിയന്റ് ആണ്. ഓക്കെ. പിന്നെ വേറെ വേരിയൻസ് HTX ആണ് ബേസ് മോഡൽ. പിന്നെ HTK അതിന്റെ ടോപ്പാണ് HTK പ്ലസ് വരുന്നത്. പിന്നെ HTX ഒക്കെ അത് ക്ലച്ച് ഇല്ലാത്ത ടൈപ്പ് ഒക്കെയാണ്. IMT ഗിയർ ബോക്സസ് ഒക്കെ ഇതിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ റേഞ്ച് കൂടി പോകുന്നു. നമ്മളൊരു 10 രൂപ റേഞ്ച് നോക്കിയപ്പോൾ ഒരു 10,30,000 രൂപ ഒരു പ്രൈസിൽ നമുക്ക് നിൽക്കാൻ. ഓക്കെ. അപ്പം എക്സ്ക്രോസ് ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എക്സ്ക്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിയയെ? ഡീസൽ വണ്ടി ആകുമ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് പിന്നെ വേറെ നെക്സ്റ്റ് ക്ലാസ് വണ്ടി അതിന്റെ ആ ഒരു നമുക്ക് യാത്രാസുഖം കിട്ടുന്നുണ്ട്. അതാണ്. പിന്നെയും കുറച്ചുകൂടെ വീൽ ബേസും അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം കിയയ്ക്കാണ് കൂടുതൽ. ഡിക്കി സ്പേസ് സ്പേസ് എനിക്ക് ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഓക്കെ. ഗുഡ് സ്പേസ്. അപ്പം സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ
ഗൾഫിൽ നിന്ന് വന്നാലും ലഗേജും ഒക്കെ അതുപോലെ കയറിക്കോളൂ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്തല്ലേ. ഓക്കെ. അപ്പം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഗ്രൗണ്ട് ക്ലിയറൻസ് അതെന്താ അതങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഞാൻ ഹൈ റേഞ്ചിലാണ് താമസിക്കുന്നത്. ഞാൻ മുണ്ടക്കയാണ് എൻ്റെ വീട്. മുണ്ടക്കയാണ്. അപ്പോൾ ഇടുക്കി യാത്രയൊക്കെ കൂടുതലുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ വീൽ ബേസ് 16 ഇഞ്ച് വീലാണ് അതിന്റെ 16 ഇഞ്ച് വീൽ സൈസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാ വണ്ടിയെക്കാട്ടിലും ഒരു ഇതുണ്ട്. അപ്പോൾ ഇടുക്കി സൈഡിലൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഇതാണ്. കാര്യം വീട്ടിലേക്ക് കയറുന്നതാണെങ്കിലും ഒരു കട്ടിംഗ് ആണ്. അവിടെ ഒക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് കയറുന്നുണ്ട്. അപ്പം നേരത്തെ വാഗനാർ എക്സ്പ്രോസ് ഒക്കെ യൂസ് ചെയ്ത സമയത്തൊക്കെ എങ്ങനെയാണ്? പയ്യെ ചവിട്ടി ഇറങ്ങാനേ പറ്റുള്ളൂ. കുറച്ചൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ. ഇതിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. കംഫർട്ടായിട്ട് ഇറക്കാൻ പറ്റുന്നു. അപ്പം അതുപോലെ മൈലേജ് എങ്ങനെയാണ് ഇതിന് കിട്ടുന്നത്? ഇപ്പം ഇതിന് പറയുന്ന മൈലേജ് എനിക്ക് തോന്നുന്നു 18 ആ റേഞ്ച് ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിന് എത്രയാണ് മൈലേജ് കിട്ടുന്നത്? ഇപ്പം 3000 കിലോമീറ്ററായി. സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ 16 കിലോമീറ്റർ ഹൈവേയിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. 16 കിലോമീറ്റർ മുകളിൽ കിട്ടുന്നുണ്ട്. സിറ്റി ഡ്രൈവിൽ ഒരു 14-15 ആവറേജ്. സിറ്റി ഡ്രൈവിൽ 14-15 കിട്ടുന്നുണ്ട്. ഓക്കെ. സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിന് മുമ്പ് നോർമലി പോലെ തന്നെ ചെറിയൊരു കുറവുണ്ടായിരുന്നു എല്ലാ വണ്ടികൾക്കുള്ള പോലെ. അതിനുശേഷം മൈലേജ് 16 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഫ്യൂൽ എക്കണോമി ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പോഴത്തെ സർവീസ് കഴിയുമ്പോൾ കൂടുമായിരിക്കും. കുറച്ചുകൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കാം, ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത്. ഓക്കെ. അപ്പം ഇത് സർവീസിന്റെ കാര്യം എങ്ങനെ? ഇപ്പോൾ ഫസ്റ്റ് സർവീസ് എത്ര കിലോമീറ്റേഴ്സിനാണ്? ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിനായിരുന്നു. സെക്കൻഡ് സർവീസ് 6 മന്ത് അല്ലെങ്കിൽ 5000 കിലോമീറ്റർ ആയിരുന്നു. 6 മാസമായതുകൊണ്ട് സെക്കൻഡ് സർവീസ് ചെയ്തു. അപ്പം സർവീസും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? തിരുവല്ല NCS KL സർവീസ്. നല്ല ഇടപെടലും നല്ല സർവീസ് ഒക്കെയാണ്. കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് പോയിട്ട് വരാം അല്ലേ? അപ്പം അടുത്തായിട്ട് വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്? വണ്ടിയുടെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കിട്ടിയേക്കുന്നത് ചാർജ്, അതായത് എക്സസറീസ് എക്സ്ട്രാ ആഡ് ചെയ്തതിനകത്തല്ലേ? എന്തൊക്കെയാണ്? ചാർജർ, പിന്നെ മാറ്റ്, ഫ്ലോർ മാറ്റ്, പിന്നെ ഡിക്കിയിൽ ഉള്ളിലൊരു മാറ്റുണ്ട്. അത് പിന്നെ ഹെഡ്ലൈറ്റിന്റെ ക്രോമ്, പിന്നെ ബ്രേക്ക് ലൈറ്റ് ക്രോമ്. ഓക്കെ. അതൊക്കെ എക്സ്ട്രാ ആക്സസറീസിൽ വരുന്നതാണ്. അപ്പം അതിനൊക്കെ ഏകദേശം എത്ര പേയ്മെന്റ് ആയിട്ടുണ്ട്? അതൊരു 10-13,000 രൂപയോളം അതിന് ഇത് വരും. അതവര് ചെയ്ത് കൊടുത്ത് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആഡ് ചെയ്തിട്ട് ഒരു 20,000 രൂപയുടെ എക്സ്ട്രാ ആക്സസറീസ് അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ചെയ്തില്ല. ഓക്കെ. ബാക്കിൽ AC വെന്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു നല്ല ബാക്കിൽ ഇരിക്കുന്നവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല പെട്ടെന്ന് തണുക്കുന്നുണ്ടല്ലേ വണ്ടിക്കകത്ത്? നമ്മളിപ്പോൾ കയറിയിട്ട് 2 മിനിറ്റ് ആയുള്ളൂ, അപ്പോഴത്തേക്ക് നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ കിയ സോണറ്റ് എടുത്തതിൽ എന്തൊക്കെയാണ് വണ്ടിയുടെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഒരു ലെങ്ത് കുറവ്, സ്റ്റോറേജ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹാൻഡ് റെസ്റ്റ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോയി. അതൊരു ഫോൾട്ടായിട്ട് തോന്നുന്നു. പിന്നെ ബാക്കിലൊരു വൈപ്പർ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. വൈപ്പേഴ്സ് ഇല്ല. 10.5 ലക്ഷം രൂപ കൊടുത്ത് എടുത്തായിരുന്നു. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു റിയർ വൈപ്പർ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഓക്കെ. പിന്നീട് എങ്ങനെ ഉണ്ട് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ലാഗോ കാര്യങ്ങളോ? ലാഗും അങ്ങനെ ഇതൊന്നുമില്ല. എത്ര ഇഞ്ചസ് ആണ് ഇതിന് വരുന്നത്? 8 ഇഞ്ച് സ്ക്രീൻ HTK പ്ലസിന്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിന്റെ അടുത്ത വരുമ്പോൾ 15 സ്ക്രീനാണ് വരുന്നത്. അതിന് ഒരു ആപ്പ് തന്നെ ഉണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്. കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായിരുന്നു കുറച്ചുകൂടെ നല്ലതായിരുന്നു. അപ്പൊ റേഞ്ച് മുന്നിലേക്ക് പോകുന്നു. എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്? 1 ലക്ഷം രൂപയുടെ വ്യത്യാസം. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഓരോ വേരിയൻസിനും 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വെച്ചാണ് വരുന്നത്. ഓക്കെ. അപ്പം ഇതിന് പവർ വിൻഡോസും ഓട്ടോമാറ്റിക് എല്ലാ സിസ്റ്റം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ABS ബ്രേക്ക് സിസ്റ്റം എല്ലാ. പിന്നെ AC-യുടെ കൂളിംഗ് എങ്ങനെയുണ്ട്? ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഇതിന്റെ വണ്ടി ഡിസൈനെ പറ്റി നോക്കുകയാണെങ്കിൽ എങ്ങനെ അതായിരിക്കും? യൂട്യൂബിലൊക്കെ കണ്ടാണ് പല വണ്ടികൾ നോക്കി അതിന്റെ ഒരു ഡിസൈൻ തന്നെ ഇത് വേറൊരു വണ്ടിക്കും കാണാത്ത. അതെ. പിന്നെ ഒരു ഗ്രാവിറ്റി ഗ്രേ ആക്കാം, ഒരു കളർ ഗ്രാവിറ്റി ഗ്രേ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ബ്ലാക്കും ഗ്രാവിറ്റി ഗ്രേ ആണ് സെലക്ട് ചെയ്തത്. അപ്പം ഗ്രാവിറ്റി ഗ്രേ ആകുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നും, ഒരു ഗ്രേ ആയിട്ടും തോന്നും, ഒരു 2 ഇതിൽ കിട്ടും. അതാണ് ബ്ലാക്കിലേക്ക് പോകാൻ ഗ്രാവിറ്റി ഗ്രേ എടുക്കാനുള്ള കാരണം അതാണ്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഇപ്പം ഇതിന്റെ സ്റ്റിയറിംഗ് കംഫർട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ഡ്രൈവ്സ് അല്ലെങ്കിൽ സിറ്റി ഡ്രൈവ്സിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കംഫർട്ട്? കൊള്ളാം, കുഴപ്പമില്ല. മൾട്ടി ഫംഗ്ഷനിലാണെന്ന് തോന്നുന്നു. സ്റ്റിയറിംഗ് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാവുന്ന ഉണ്ട്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ഒരു ഇതാണ്. നല്ല ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. സിറ്റിയിലും
എല്ലാം നല്ലൊരു ഇത് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കിയ സോണറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ മുകളിൽ സൺ റൂഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ 10 ഇഞ്ച് സെൽറ്റ് ഓഫ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ നമ്മുടെ റേഞ്ചിലേക്ക് വരുന്നില്ല. നല്ല ഫോണിൽ സെൽറ്റ് ഓഫ് എടുക്കാൻ പറ്റുമെങ്കിൽ സെൽറ്റ് ഓഫ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ. കാര്യം ആ ഒരു ഇത് എടുക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു സെൽറ്റ് ഓഫ് ആയിരുന്നു നമ്മുടെ ആഗ്രഹവും. പിന്നെ നമ്മുടെ ആ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നു. 5-8 ലക്ഷം രൂപയോളം. അതുകൊണ്ടാണ് കിയ സോണറ്റ് എടുത്തു. എങ്കിലും കിയ സോണറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കിയ സോണറ്റിന്റെ യൂസറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വാഹനം ഉപയോഗിച്ചിട്ട് ഇത്ര നാൾ 6 മാസത്തോളം ഉപയോഗിച്ച് 3000 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.